നമുക്ക് കിൻഡർ ജോയിൻ്റെ തോട് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാനിതാ ഇവിടെ ഈ സർക്കിളിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുള്ള ആ സർക്കിൾ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി നമ്മളിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതാ ഈ പുറത്തേക്ക് നിൽക്കുന്ന പോർഷനൊക്കെ ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കിളിന് ഒരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സർക്കിളൊക്കെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിന്റ് അടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് പെയിന്റിലേക്ക് ഒരു തുള്ളി ഓറഞ്ച് കളർ ആക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഫുള്ളായിട്ട് ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ താരത്തിനെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതെ, കിൻഡർ ജോയിൻ്റെ തോട് എടുത്തിട്ട് ഞാനിതാ ഈ പുറത്തേക്ക് നിൽക്കുന്ന പോർഷന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലും 2 കിൻഡർ ജോയിൻ്റെ തോടാണ് എടുക്കാറ്. ഇതിൽ നമ്മൾ ഒന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ മാസ്കിൻ ടേപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. കഴിയുന്നതും ചുളിയാതെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് കവർ ആവുന്ന രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വൈറ്റ് പെയിന്റ് കൊടുത്തിട്ട് കുറച്ച് ബ്ലാക്ക് കൊടുത്തതിന് ശേഷം ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് ഈ പെയിന്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെതാ നമ്മൾ നേരത്തെ പെയിന്റ് അടിച്ചിട്ട് ഉണക്കാൻ വെച്ചിട്ടുള്ള ബേസ് ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിൻഡർ ജോയിന്റ് തോടിന്റെ മുകളിൽ കണ്ണും വായും മീശയും ഒക്കെ വരച്ചു കൊടുക്കാം. ഉണങ്ങി വന്നിട്ടുള്ള ബേസിന്റെ മുകളിലേക്ക് നമ്മൾ ഈ കിൻഡർ ജോയിന്റ് തോട് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള പണിയൊക്കെ നമ്മൾ ക്ലേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബ്ലാക്ക് ക്ലേ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ക്ലേ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. കയ്യിൽ വെച്ചിട്ട് ഈ രീതിയിൽ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം വാലിൻ്റെ ഷേപ്പ് കിട്ടും. ഈ വാലിൻ്റെ ഷേപ്പിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിതാ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വാലിതാ ഇതുപോലെ ഒക്കെ ഒന്ന് വളച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു യെല്ലോ കളർ ക്ലേ എടുത്തിട്ട് ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഹോളുകൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി ഈ ബോർഡിൻ്റെ മുകളിലേക്ക് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിൽ ഒരു സാധനം മാത്രം വെക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.